സോ ഓൾ റൈറ്റ്, നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു. ഒന്ന്, എൻജിനെക്സിൻ്റെ ഹൈറാർക്കി നോക്കി, എങ്ങനെയാണ് എൻ്റെ ഫയൽ സ്ട്രക്ചർ. അതുപോലെ രണ്ടാമത്തെ കാര്യം എൻജിനെക്സിൻ്റെ ആർക്കിടെക്ചർ, എങ്ങനെയാണ് എൻജിനെക്സ് പെർഫോമൻസ് ഫ്രണ്ട്ലി ആവുന്നത് നോക്കി. ഇനി നമുക്ക് കോൺഫിഗറേഷൻ ഫയൽസിലേക്ക് പോകണം. നേരത്തെ ഓരോ ഫോൾഡേഴ്സും അതിൻ്റെ എന്താ പറയുക, കോൺഫിഗറേഷൻ എവിടെ കിടക്കുന്നു ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഓരോ കോൺഫിഗറേഷൻ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് എന്താണ് ഓരോ കോൺഫിഗറേഷൻ ഐറ്റംസും കൊണ്ട് മീൻ ചെയ്ത് നോക്കാം. അതിനെങ്ങനെയാണ് നമ്മൾ ഓരോ യൂസ് കേസിനനുസരിച്ച് എടുക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഇതിനകത്ത് എവറി എൻജിനെക്സ് കോൺഫിഗറേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്ലോക്സ് ആൻഡ് ഡയറക്ടറീസ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏതാണോ ബ്ലോക്ക് വിത്ത് ഈ പറഞ്ഞ പരാന്തസിസ് അതുള്ളതിനെയാണ് ബ്ലോക്സ് എന്ന് വിളിക്കുന്നത്. ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ്സ് ഇസ് എ സിംഗിൾ കോൺഫിഗറേഷൻ കമാൻഡ് ഇൻ എൻജിനെക്സ്. അതൊരു വേരിയബിൾ പോലെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ എവറി ഡയറക്റ്റീവ്സ് എൻഡ്സ് വിത്ത് എ സെമി കോളൻ ആൻഡ് ഹാസ് പാരാമീറ്റേഴ്സ്. അതിനൊരു സെമി കോളൻ വെച്ച് എൻഡ് ചെയ്യും, അതിനകത്തൊരു പാരാമീറ്റർ ഉണ്ടാകുകയും ചെയ്യും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വേരിയബിളോ അല്ലെങ്കിൽ സെറ്റിങ്സോ ആയിട്ട് കാണുക. ബ്ലോക്ക് എന്ന് പറഞ്ഞത് ഒരു കേളി ബ്രേസിനകത്ത് ഇരിക്കുന്നതായിരിക്കും. കേളി ബ്രേസിനകത്ത് എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ എക്സാമ്പിൾ തന്നെ നോക്കി പോകാം. അപ്പോൾ ഇതെൻ്റെ ഒരു മെയിൻ കോൺഫിഗറേഷനാണ്, nginx.conf ആണ്. അതിനകത്ത് നിങ്ങൾക്ക് നോക്കി അറിയാം, ഇവൻറ്റ്സ് എന്ന് പറഞ്ഞതൊരു ബ്രാക്കറ്റിലാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇവൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ബ്ലോക്കാണ്, HTTP എന്ന് പറഞ്ഞ ബ്ലോക്കാണ്. ഇപ്പോൾ ഇതിനകത്ത് 2 ബ്ലോക്കേ ഉള്ളൂ. ഇതിനകത്ത് പിന്നെ മെയിൽ എന്ന് പറഞ്ഞ മറ്റൊരു കോൺഫിഗറേഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്തിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോൾ നമ്മളുടെ കോൺഫിഗറേഷൻ അത് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ എന്നൊരു ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്കിനകത്ത് കാണിച്ചില്ല എന്നുള്ളൂ. ഞാൻ എന്തെന്ന് പറഞ്ഞുതരാം. രണ്ടാമത്തത് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോക്ക് ഉണ്ട്. പിന്നീട് 3 HTTP എന്ന് പറഞ്ഞ ബ്ലോക്ക് ഉണ്ട്. നാലാമത്തെ ഡിസേബിൾ ആണ്, എന്നാലും ഞാൻ പറയണം മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കേളി ബ്രേസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ എന്താ എൻ്റെ ഓരോ ബ്ലോക്കിനകത്ത് എന്തുണ്ട്, ഡയറക്റ്റീവ്സ് ഉണ്ട്. അപ്പം ഇവൻറ്റ്സിൻ്റെ ഫോർ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവൻറ്റ്സിനകത്ത് എന്തുണ്ട്, ഇവൻറ്റ്സിനകത്ത് ഒരു വേരിയബിളും അതിനൊരു വാല്യൂ ഉണ്ട്, അതിൻ്റെ വിത്ത് സെമി കോളൻ ആണ്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു, ഡയറക്റ്റീവ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതാണ് ഡയറക്റ്റീവ്സ്. അപ്പോൾ ഡയറക്റ്റീവ്സ് ആർ ഇൻസൈഡ് ദി ഇവൻറ്റ് മീൻസ് ബ്ലോക്സ്. മെയിൻ ബ്ലോക്സിനകത്താണ് ഡയറക്റ്റീവ്സ് വരുന്നത്. ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എൻഡ്സ് വിത്ത് സെമി കോളൻ ആൻഡ് ഇറ്റ് ഹാസ് എ പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബ്ലോക്കും ഡയറക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിനാണ് നോക്കുന്നത്. മെയിൻ എന്ന് പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഉണ്ട്, അത് ഗ്ലോബൽ കോൺഫിഗറേഷൻ ആണ് എൻജിനെക്സിൻ്റെ. എന്ന് വെച്ചാൽ ദി ഡയറക്റ്റീവ് ഡിഫൈൻഡ് ഔട്ട്സൈഡ് ഓഫ് എനി ബ്ലോക്ക് അപ്ലൈ ഗ്ലോബലി ടു എനി എൻജിനെക്സ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തു, ഇതാണ് ഇതൊരു ബ്ലോക്കാണ്, എന്നാൽ ഈ ഒരു സാധനം കാണിച്ചേക്കുന്ന ഡയറക്റ്റീവ്സ് ഒന്നും എന്തിൻ്റെ അകത്തല്ല, ഒരു ബ്ലോക്കിനകത്തല്ല. അതുകൊണ്ട് എന്താ ഔട്ട്സൈഡ് എനി ബ്ലോക്കാണ്. അതുകൊണ്ട് എന്ത് മെയിൻ കോൺഫിഗറേഷൻ വിളിക്കുന്നു. ദിസ് ഈസ് ഗ്ലോബലി അക്രോസ് എനി വർക്കർ പ്രോസസ്സസ്. എന്നുവെച്ചാൽ എല്ലാ എൻജിനെക്സ് പ്രോസസ്സിൻ്റെയും ഗ്ലോബലി അപ്ലൈ ചെയ്യുന്ന കോൺഫിഗറേഷനാണിത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു, WWH ഡാറ്റ എന്ന് പറഞ്ഞാൽ യൂസർ ഡാറ്റ ഡിഫൈൻ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഒരു ബ്ലോക്കിനകത്തിടാതെ അത് പുറത്ത് കൊണ്ടുവരാനുള്ള കാരണം ഇതെല്ലാ പ്രോസസ്സും WW ഡാറ്റ കൊണ്ട് റൺ ചെയ്യണം. അതേപോലെ ഓട്ടോമാറ്റിക്കലി എടുക്കണം, പ്രോസസ് ഐഡിയും പുറത്തായിരിക്കണം. ഇതിൻ്റെ എൻജിനെക്സിൻ്റെ കോമൺ എറേഴ്സ് ഉണ്ടെങ്കിൽ, അത് ഗ്ലോബൽ എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, എൻജിനെക്സിൻ്റെ ഇപ്പം എൻജിനെക്സ് ക്രാഷ് ആവുന്നു, അല്ലെങ്കിൽ എൻജിനെക്സിൻ്റെ കോൺഫിഗറേഷൻ എററൊക്കെ ഉണ്ടെങ്കിൽ ഇത് എറർ ലോഗായിട്ട് പോകുന്നത് വേറെ ലോഗ് ഫയൽസിലായിരിക്കും. അതേപോലെ മൊഡ്യൂൾസ് എനേബിൾ ചെയ്യാന്നുള്ളതും ഗ്ലോബൽ സെറ്റിങ്സ് ആണ്. കാരണം ഒരു എൻജിനെക്സിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമാണ് മൊഡ്യൂൾസ്, ഒരു സൈറ്റിൻ്റെ ഭാഗമല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തു, ഒരു ബ്ലോക്കിൽ നിൽക്കാതെ മൊഡ്യൂൾസിനെ പുറത്തേക്ക് ഇടാനുള്ള കാരണം ഇത് ഗ്ലോബൽ കോൺഫിഗറേഷനാണ്. എല്ലാ പ്രോസസ്സിനും ബാധകമായിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ മൊഡ്യൂൾസ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഇവൻറ്റ്സ്. അതിലേക്ക് പോകുന്നതിന് നമുക്ക് നോക്കാം. അപ്പം മെയിൻ കോൺഫിഗറേഷൻ അത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡയറക്റ്റീവ്സ് എന്തൊക്കെയാണ്. ഇതിനെ ഡയറക്റ്റീവ്സ് അല്ലേ വിളിക്കുക, സെമി കോളൻ കൊണ്ട് എൻഡ് ചെയ്യുന്ന എന്തിനേയും ഡയറക്റ്റീവ്സ് എന്നാണ് വിളിക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് യൂസർ. ആരാണ് OSലെ പ്രോസസ്സ് റൺ ചെയ്യേണ്ട ആരാണെന്ന് നോക്കുന്നു. ഇത് സെക്യൂരിറ്റി എൻഹാൻസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്പർ ഓഫ് വർക്കർ പ്രോസസ്സ്, നമ്മൾ അന്ന് പറഞ്ഞത് ഓട്ടോമാറ്റിക്കലി വർക്കർ പ്രോസസ്സിനെ അസൈൻ ചെയ്യുന്നു. ഇതിനൊരു പ്രോസസ് ID എവിടെ സ്റ്റോർ ചെയ്യണം, ഇത് ഫയൽ സിസ്റ്റത്തിൽ എവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ നോക്കാം. /run nginx PID. അപ്പോൾ ഇവിടെ ഒരു പ്രോസസ് ID റൺ ചെയ്യുന്നുണ്ട്, അത് വേണമെങ്കിൽ നോക്കാം. റൂട്ടായിട്ടാണ് cat run nginx പ്രോസസ് ID എന്ന് വെച്ചാൽ 3921 എന്ന് പറഞ്ഞാൽ പ്രോസസ് ID. അപ്പോൾ ഞാൻ നോക്കുന്നു, ട്രൈ നോക്കുന്നു. അപ്പോൾ റൂട്ട് പ്രോസസ്സിൻ്റെ ID എത്രയാണെന്ന് നോക്കുന്നു.
5 ഗ്രേപ്പ് എൻജിനെക്സ്. അപ്പം നോക്കിയോ, രണ്ട് മാച്ചിങ് ഇല്ലേ, 3921 3921. സിമ്പിൾ. രണ്ടും അതിൻ്റെ റൂട്ടിൻ്റെ എന്ന് വെച്ചാൽ അറിയാമല്ലോ, മാസ്റ്ററാണ് സ്പോൺ ചെയ്യുന്നത്. ബാക്കി വർക്കർ പ്രോസസ്സിൻ്റെ അറിയേണ്ട, റൂട്ടായിട്ട് നിൽക്കുന്ന ആരാണോ അയാളുടെ പ്രോസസ് ഐഡി ആയിരിക്കും എൻജിനെക്സ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്ലോബൽ സെറ്റിങ്സ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അത് ഗ്ലോബൽ സെറ്റിങ്സ് ആണ്. പിന്നീട് വരുന്നതാണ് എറർ ലോഗ്. ഗ്ലോബൽ എറർ ലോഗാണ് അത്, എൻജിനെക്സിൻ്റെ ഗ്ലോബൽ ആണ്. അതുപോലെ തന്നെ വർക്കർ ആർ ലിമിറ്റ് നോ ഫയൽ, മാക്സിമം നമ്പർ ഓഫ് ഫയൽസ് ഓപ്പൺ ബൈ വർക്കർ. അത് എന്ന് വെച്ചാൽ അറിയാലോ, ഫയൽ മാനേജ്മെൻ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ എൻജിനെക്സ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫയൽ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എത്രമാത്രം ഫയൽ ഓപ്പൺ ചെയ്ത് വെക്കാം എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ സെറ്റിങ്സ്. അതിൻ്റെ യൂസ് കേസ് എന്താണെന്ന് പറഞ്ഞാൽ ട്യൂണിങ്ങും പെർഫോമൻസ് ആൻഡ് സ്കെയിലബിലിറ്റി എവിടെയാണ് എന്ന് വെച്ചാൽ വർക്കർ പ്രോസസ്സ് എണ്ണം കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലബിൾ ആകും, അതിനനുസരിച്ച് പെർഫോമൻസ് കൂട്ടാം. പിന്നെ സെക്യൂരിറ്റി ലെവൽ സെറ്റിങ്സ് ഒക്കെ, യൂസറിൻ്റെതും പ്രോസസ് ഐ ഡി സെറ്റിങ്സ് ഒക്കെ എവിടെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെയാണ്. അതേപോലെ സെറ്റിംഗ് ലോഗിങ് ഓർ ഫോർ ഡീബഗിങ് ലോഗിങ് എങ്ങനെ എനേബിൾ ചെയ്യണം, എത്രമാത്രം ഇപ്പം വാർണിംഗ് ആണ് മാത്രമേ എനേബിൾ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ഏത് തരം ലെവലിലാണ് നിങ്ങൾക്ക് ലോഗ് എനേബിൾ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കുന്നതും ഗ്ലോബൽ സെറ്റിങ്സ് ആണ്. ഓക്കെ, രണ്ടാമതാണ് ഇവൻറ്റ്സ് ബ്ലോക്ക്. പറഞ്ഞു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കേളി ബ്രേസിലാണ്. സോ ഇവൻറ്റ് ഈസ് ഇൻ കേളി ബ്രേസ്. സോ ഇവിടെയാണ് നമ്പർ ഓഫ് കണക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നത്. സൈമിൾട്ടേനിയസ് കണക്ഷൻസ് വർക്ക് ഡിഫോൾട്ട് 1024 ആണ്. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് 768 ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്കനുസരിച്ച് മാറ്റാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മാറ്റുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ റിസോഴ്സസുകൾ മനസ്സിലാക്കിയിട്ട് വേണം മാറ്റാൻ. പിന്നെ മൾട്ടി അക്സെപ്റ്റ് ഇഫ് ഓൺ വർക്കർ അക്സെപ്റ്റ് മൾട്ടിപ്പിൾ ന്യൂ കണക്ഷൻസ് അറ്റ് വൺസ്. ഇത് ഹെവി ലോഡ് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിങ്സ് ആണ് ഇങ്ങനൊരു സെറ്റിങ്സ് എനേബിൾ ചെയ്യാന്നുള്ളത്. എന്ന് വെച്ചാൽ ഈ ഡയറക്റ്റീവ് എനേബിൾ ചെയ്ത് കൊടുക്കാം. മൂന്ന് പിന്നെ യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏത് തരം പോളിംഗ് ആണ്, ഇവൻറ്റ് ബേസ്ഡ് മെത്തേഡാണ്. നേരത്തെ പറഞ്ഞിട്ട് ബെല്ലടിക്കലാണോ അതോ വിളിക്കലാണോ എന്ന് പറയുന്നത് പോലെ ഏത് തരം ഇവൻറ്റ് മെത്തേഡ് ആണ് പുള്ളി ഇവൻറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ കൊടുക്കാത്തതുകൊണ്ട് ബൈ ഡിഫോൾട്ട് സെറ്റിംഗ് അതിൻ്റെ സിസ്റ്റം തന്നെ ഈ പോൾ എന്ന് പറഞ്ഞ സെറ്റിങ്സ് ആണ് എടുക്കുന്നത് വിൻഡോൻ്റെ അകത്ത്. ഇവൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂൺ ഫോർ ഹൈ കൺകറൻസിക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ലാർജ് സ്കെയിൽ ഡിപ്ലോയ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും. എന്ന് വെച്ചാൽ ഇവൻറ്റ് ഓർഗനൈസേഷനാണ് ഈ പറഞ്ഞ ഇവൻറ്റ്സ് ബ്ലോക്ക് ചെയ്യുന്നത്. മൂന്നാമത്താണ് HTTP ബ്ലോക്ക്. ദ മെയിൻ വെബ് സെർവർ കോണ്ടെക്സ്റ്റ്. വെബ് സെർവറിൻ്റെ പ്രധാനപ്പെട്ട കോണ്ടെക്സ്റ്റ് ഇവിടെയാണ്, ഈ പറഞ്ഞ ബ്ലോക്കിലാണ്. HTTPS ട്രാഫിക് ഗോസ് ഇതുവഴിയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ HTTP ട്രാഫിക്കോ HTTPS വരുവാണെങ്കിൽ HTTP ബ്ലോക്ക് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക. അതാണ് നമ്മളുടെ മൂന്നാമത്തെ ബ്ലോക്ക്. HTTP കേളി ബ്രേസ്ഡ് ആണ്. സോ ഇറ്റ് ഈസ് എ ബ്ലോക്ക്. ഇനി അതിനകത്തുള്ള ഡയറക്റ്റീവ്സ് അതൊക്കെ നോക്കാം. ഒന്ന് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള കോൺഫിഗ് ഫയൽസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഹൈറാർക്കിക്കലി ഓർഗനൈസ് ചെയ്തു, ആ ഓർഗനൈസ് സാധനത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ conf.d ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സൈറ്റ്സ് എനേബിൾഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വെച്ചാൽ അവിടുന്ന് കോൺഫിഗറേഷൻ, സെർവർ കോൺഫിഗറേഷൻ ഇങ്ങോട്ട് വരും. അതിനുശേഷം ഡിഫോൾട്ട് ടൈപ്പ്, മൈം ടൈപ്പ് ഉണ്ട്. ഇപ്പം ഇതിനകത്ത് ഇവിടെയാണെങ്കിൽ നമുക്ക് മൈം ടൈപ്സിന് ഇമ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മൈം ടൈപ്സിനകത്തൊന്നുമില്ല. അപ്പോൾ പറയണം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ഒക്ടഡ് സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള മൈം ടൈപ്പിൽ കോണ്ടന്റ് ടൈപ്പിനെ നിങ്ങൾ സെർവ് ചെയ്യണം. മൂന്നാമത്തെ സെൻഡ് ഫയൽ എന്ന് പറഞ്ഞാൽ എനേബിൾസ് കെർണൽ ഫയൽ സെൻഡിങ്. ഇത് സ്റ്റാറ്റിക് കോണ്ടന്റ് സെർവിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് എങ്ങനെയാണ്, നിങ്ങൾ ലോക്കൽ ഫയൽ സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത് ഓണായിരിക്കുന്നത്. നിങ്ങൾ ഫയൽസ് നെറ്റ്വർക്ക് സ്റ്റോറേജോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഏതെങ്കിലും ഫയൽ മാനേജ്മെൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഓഫ് ആകണം. കാരണം ഇത് ലാർജ് ഫയൽസ്, ഇത് എങ്ങനെയെന്ന് വെച്ചാൽ TCP നോ പുഷുമായിട്ട് വർക്ക് ചെയ്യുന്നു. എന്ന് വെച്ചാൽ രണ്ടുകൂടെ പാക്കറ്റ് സെൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ലാർജ് കണ്ടൻസിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് രണ്ടും എന്ന് വെച്ചാൽ നോ പുഷ് ഓൺ ആയിരിക്കണമെങ്കിൽ സെൻഡ് ഫയൽ ഓൺ ആയിരിക്കണം. അതാണ് എൻ്റെ കണ്ടീഷൻ. എന്ന് വെച്ചാൽ ഇത് എങ്ങനെ TCPയിലൂടെ ഇത്രയും വലിയ ഫയലിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പറഞ്ഞതാണ്. നെക്സ്റ്റ് വൺ ഈസ് കീപ്പ് അലൈവ് ടൈം ഔട്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ബിഫോർ ഐഡിൽ കീപ്പ് അലൈവ് കണക്ഷൻസ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ബ്രൗസർ ഒരു യൂസറായിട്ട് എന്ന് ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കണക്ഷനാണ്. ആ കണക്ഷൻ ഒന്നല്ല, അതിനകത്ത് മൾട്ടിപ്പിൾ റിക്വസ്റ്റ് വരും. ആ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക് ടു ബാക്ക് റിക്വസ്റ്റ് ആക്കാൻ ചിലപ്പോൾ ഒരു റിക്വസ്റ്റ് കഴിഞ്ഞിട്ട് 5 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത റിക്വസ്റ്റ് വരുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കണക്ഷനിൽ മൾട്ടിപ്പിൾ റിക്വസ്റ്റ് പോകാം അല്ലേ. അത് ചിലപ്പം കുറേ സമയം എടുത്തിട്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിങ്ക്രണസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നതാവാം. എന്നിരുന്നാൽ തന്നെയും ഒരു കണക്ഷൻ എപ്പോഴും അലൈവൽ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കണക്ഷൻ പെട്ടെന്ന് അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ സർവീസ് ഇനി വരാനുണ്ട്, ഓരോന്ന് 1 by 1 വന്നുകൊണ്ടിരിക്കുക. എന്നാൽ
API റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു API റിക്വസ്റ്റ് ഒരു എൻഡ് പോയിന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ എൻഡ് പോയിന്റ് അവിടെ വെച്ചാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല, അതിൻ്റെ ബാക്ക് ടു ബാക്ക് ഒന്നും വരാനില്ല. പക്ഷേ ഒരു വെബ് സർവീസിൻ്റെ കണക്ഷൻ, ഒരു വെബ് സെർവറിൻ്റെ ടോട്ടൽ കണക്ഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആ കണക്ഷൻ ചിലപ്പോൾ ലോങ് റണ്ണിങ് ആയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ കൂടെ വേറെ ഒരുപാട് റിക്വസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, കീപ്പ് അലൈവ് ടൈം ഔട്ട് കൂട്ടി വെക്കണം. കൂട്ടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം ഔട്ട് ആവുകയും സെർവർ കണക്ഷൻ ക്ലോസ് ചെയ്യും. പിന്നെ വരുന്ന കണക്ഷൻ എപ്പോഴും വീണ്ടും നമ്മൾ ബ്രൗസർ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾ വെറും ബാക്ക് എൻഡിന് നിങ്ങൾ വെറും പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അതിന് റിസൾട്ട് കിട്ടത്തില്ല. അതെന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ബൈ ഡിഫോൾട്ട് 65 എന്ന് പറഞ്ഞ വാല്യൂ, 65 എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സ് ആണ്. 65 സെക്കൻഡ് വരെ നിങ്ങളുടെ ഒരു കണക്ഷനെ കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരു റിഫ്രഷ് ചെയ്ത് നോക്കിയിട്ടും കണക്ഷൻ മാറാതിരുന്നതിൻ്റെ കാരണം പുതിയ കണക്ഷൻസ് ഒന്നും എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ കണക്ഷൻസ് ഓൾറെഡി വരുന്നത് ബ്രൗസറിൻ്റെ ഫീച്ചറാണ്. ബ്രൗസർ കൺകറൻസി കീപ്പ് ചെയ്യുന്നുണ്ട്. ആ കൺകറൻസി ഒരു IP എന്ന് വരുന്നതുകൊണ്ട് അതിനെ ഒരു കണക്ഷനായിട്ട് കീപ്പ് ചെയ്യുന്നു. ആ കണക്ഷൻ 65 സെക്കൻഡ് വരെ കീപ്പ് ചെയ്യുന്നു. 65 സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും അതിനെ റീസ്റ്റാർട്ട് ചെയ്യുന്നു. വീണ്ടും ഒരു കണക്ഷൻ കൊടുത്താൽ വീണ്ടും അങ്ങനെ വരുന്നു. അപ്പോൾ എന്ത് മൾട്ടിപ്പിൾ ഞാൻ ക്ലയൻറ്റ്സ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം, എന്നാലേ ക്ലയൻറ്റ്സ് നമ്പേഴ്സ് കൂട്ടാൻ പറ്റുള്ളൂ. പിന്നെയുള്ളത് GZIP ആണ്, എനേബിൾ കംപ്രഷൻ. നിങ്ങളുടെ റെസ്പോൺസിനെ കംപ്രസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എപ്പോഴാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് അസറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഇമേജസ് ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ കംപ്രസ് ചെയ്തിട്ട് വേണം ഫ്രണ്ടിൽ കൊടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലേറ്റൻസി സ്ലോനെസ് ഉണ്ടാവും. അവിടെ ചെന്നിട്ട് അൺസിപ്പ് ചെയ്തോളും. എന്നാൽ എന്ത് ചെയ്യരുത്, ഓൾറെഡി കംപ്രസ് ചെയ്ത കോണ്ടന്റിനെ വീണ്ടും കംപ്രസ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എറർ വരും. കാരണം ഫ്രണ്ട് എൻഡിൽ അത് കംപ്രസ് ചെയ്തു, എന്നാൽ കിട്ടുന്നത് വീണ്ടും ഒരു കംപ്രസ്ഡ് ഫയലാണെങ്കിൽ അതിന് മനസ്സിലാവില്ല ഇതിൻ്റെ അകത്ത് വീണ്ടും കംപ്രഷൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഈ പറഞ്ഞ കോഴ്സ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കും. അതേപോലെ API റെസ്പോൺസസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഡേറ്റയാണ്. ആ ടെക്സ്റ്റ് ഡേറ്റയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്രസ് ചെയ്യാം, പ്രശ്നമില്ല. പിന്നുള്ളത് കീപ്പ് അലൈവ് ഇൻ സെക്കൻഡ്സ്. ദി റീസൺ വൈ വി ഡിഡ്ന്റ് സീ ദി കണക്ഷൻ. ഓക്കെ, സോ വാട്ട് ഇഫ് ദ കീപ്പ് അലൈവ് ടൈം ഔട്ട് ഇസ് എക്സീഡഡ്? അതായത് നിങ്ങൾ പറഞ്ഞ 65 സെക്കൻഡ് വരെയാണ് നിങ്ങളുടെ കീപ്പ് അലൈവ് സെഷൻ എന്ന് പറഞ്ഞു. ഒരു കണക്ഷൻ വന്നു, ഞാൻ ഒരു കണക്ഷൻ ഔട്ട് ചെയ്യുന്നു, ആ കണക്ഷൻ 65 സെക്കൻഡ് കഴിഞ്ഞു, അതിനുശേഷവും എനിക്ക് ഡേറ്റ കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ NGINX ക്ലോസസ് ദ TCP കണക്ഷൻ. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അങ്ങ് ക്ലോസ് ചെയ്യും. നിങ്ങളുടെ IP അഡ്രസ്സുമായിട്ട് കണക്ഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബാക്ക് എൻഡ് പ്രോസസ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പുറകിലുള്ള പൈത്തൺ പ്രോഗ്രാമിനോടാണ് നിങ്ങൾ പണി ചെയ്യാൻ പറഞ്ഞതെങ്കിൽ ദ ബാക്ക് എൻഡ് മേ കണ്ടിന്യൂ പ്രോസസ്സിങ് ബട്ട് ദ ക്ലയൻറ്റ് വോണ്ട് ഗെറ്റ് ദ റെസ്പോൺസ് ബിക്കോസ് ദ കണക്ഷൻ ഇസ് ക്ലോസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് വാങ്ങിക്കാൻ വന്നു, നിങ്ങൾ വെയിറ്ററോട് പറഞ്ഞു ഒരു ഫുഡ് ഉണ്ടാക്കാൻ. പക്ഷേ ഫുഡ് ഉണ്ടാക്കാൻ ഷെഫ് ഒരുപാട് സമയം എടുക്കും. പക്ഷേ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റർ പറഞ്ഞേക്കുന്ന സമയം നിങ്ങൾ ഇവിടെ 1 മണിക്കൂർ കൂടി ഇരിക്കാൻ പാടില്ല, ഇരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഇറക്കി വിടുമെന്ന് പറയും. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫുഡ് ഉണ്ടാകുന്നില്ലെങ്കിൽ അയാൾ പറയും, നിങ്ങളുടെ പൈസ പോയിരിക്കുന്നു, നിങ്ങൾക്ക് ഇനി ഒന്നുകൂടെ വന്നിട്ട് റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും അവർ പുറത്ത് പോകുന്നു. അതിനുശേഷം വീണ്ടും വന്ന് പേ ചെയ്യുന്നു. പേ ചെയ്തതിന് ശേഷം വീണ്ടും അവർ ഇതേ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വീണ്ടും 1 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ വീണ്ടും പൈസ പോയി. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ സമയം എടുക്കുന്നുണ്ട്. അപ്പം കസ്റ്റമർ എന്ന് പറയുന്നത് മാനേജർ അടുത്തൊക്കെ എൻ്റെ സമയം ഒരുപാട് പോകുന്നുണ്ട്, പൈസയും പോയി, ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്കെ മാനേജർ എന്ന് പറയും, ഓക്കെ ഇയാളുടെ എന്തോ എൻ്റെ പേര് വെയിറ്റ് എടുത്ത് ഞാൻ പറയും, ഓക്കെ നിങ്ങൾ ആ സമയം ഒന്ന് കൂട്ടി കൊടുക്കുക, നിങ്ങൾക്ക് അറിയാലോ എത്രയാണ് വരുന്നതെന്നുള്ളത്. അങ്ങനെ അതുകൊണ്ട് ആ സമയം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, 1.5 മണിക്കൂറാക്ക്. അയാളുടെ പൈസ ഒരുപാട് പോയില്ലേ, ഇനിയിപ്പോൾ പൈസ കളയണ്ട, റീഫണ്ട് ഒന്നുമില്ല കേട്ടോ. അപ്പം അയാൾ പറയുന്നത് ഓക്കെ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നത്, പിന്നെ 1 മണിക്കൂറും 15 മിനിറ്റ് കഴിയുമ്പോൾ ഫുഡ് റെഡിയായി, അതും കൊണ്ട് അയാൾക്ക് വീട്ടിൽ പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ദ ക്ലയൻറ്റ് വോണ്ട് ഗെറ്റ് ദ റെസ്പോൺസ്, ഫുഡ് കിട്ടില്ല. കാരണം എന്താണ്, ആ ഷെഫ് വെയിറ്റർ എന്ത് തോന്നുന്നു അവിടെ പുറത്താക്കി. കാരണം ഇനി ഒരു പക്ഷേ എന്നാൽ ബാക്ക് എൻഡിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഫുഡ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഷെഫിന് അറിയില്ല. കാരണം റിക്വസ്റ്റ് ചെയ്ത ആളങ്ങ് പോയി, ആ കണക്ഷൻ ക്ലോസ് ചെയ്ത് പിന്നെ അയാൾ റെസ്പോൺസ് എന്ന് വെച്ചാൽ വെറുതെ നിങ്ങൾ ഷെഫിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യണം. നിങ്ങളുടെ കീപ്പ് അലൈവ് ടൈം ഔട്ട് നല്ലതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കോഡിലുള്ള എക്സിക്യൂഷൻ ടൈം ഒരുപാട് കൂടുതലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കോഡിനെ ഒപ്റ്റിമൈസ് ചെയ്യണം. സോ വൈ ഇറ്റ് ഈസ് ടേക്കിംഗ് ടു മച്ച് ടൈം ടു റെൻഡർ സംതിങ്. അപ്പോൾ റിസൾട്ട് എന്താണ്, റിസോഴ്സ് വേസ്റ്റേജ് ഓൺ ബാക്ക് എൻഡ് ഇഫ് പ്രോസസ്സിങ് ഈസ് ടു ലോങ്. എന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ആളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, ഇപ്പോൾ സാധനം കൊടുക്കാൻ പറ്റുന്നില്ല, പൈസയും കിട്ടുന്നില്ല. പൈസ കൊടുത്തിട്ടാണെന്ന് വെച്ചോ, ക്ലയൻറ്റ് മേറ്റ് റീട്രൈ ഓഫ് ഫെയിൽ. ഇത് ഒരുപാട് തവണ ഇങ്ങനെ വന്ന് ഫെയിലായി പോകും. സെർവറിന് ഒരുപാട് പണിയുണ്ടാവും, ബ്രൗസറിന് കിട്ടുന്നുമില്ല. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് കംപ്ലൈൻ്റ് ആണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ എവിടെയാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ബാക്ക് എൻഡ് പ്രോസസ്സിങ്ങിലെ ടൈം ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. ആ കൂടുതലായതിൻ്റെ പേരിൽ നിങ്ങളുടെ കീപ്പ് അലൈവ് ടൈം ഔട്ട് കൂട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് ദി റെസ്പോൺസ്. വർക്കർ ഓൺസ് എന്താണ്, ഇൻക്രീസ് ദ കീപ്പ് അലൈവ് ടൈം ഔട്ട് ഫോർ ലൊക്കേഷൻ ഓർ സെർവർ. ഏതെങ്കിലും സെർവർ ലൊക്കേഷനോ അല്ലെങ്കിൽ ലൊക്കേഷൻ അത് നോക്കാം നിങ്ങൾക്ക്, സെർവറിലോ അല്ലെങ്കിൽ ലൊക്കേഷൻ ബ്ലോക്കിലോ നിങ്ങൾ സമയം കൂട്ടി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എസിൻക്രണസ് പ്രോസസ്സ് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു
മിഡിൽ മാൻ കൊണ്ടുവരണം എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ സമയം ബാച്ച് പ്രോസസ്സിങ്ങിനൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ ഡീകപ്ലിംഗ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള SQS കൊണ്ടുവരുന്നത്, കാഫ്ക കൊണ്ടുവരുന്നത്, RabbitMQ കൊണ്ടുവരുന്നത് ഈ ഭാഗത്താണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് കൊടുക്കുന്ന സർവീസസിനെ നിങ്ങൾ ആ പറഞ്ഞ ക്യൂവിലേക്ക് ഇടുന്നു, ക്യൂവിൽ നിന്ന് ആരെടുക്കുന്നു, ബാക്ക് ആൻഡ് പ്രോസസ്സ് എടുക്കുന്നു, ബാക്ക് ആൻഡ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ക്യൂവിലേക്ക് ഇടുന്നു. അതിനുശേഷം ബേസ്ഡ് ഓൺ ജോബ് ID Nginx പിക്സ് ദ ഡേറ്റ ആൻഡ് ദെൻ റെസ്പോൺസ് ബാക്ക് ടു ദി ക്ലയൻറ്റ് ബേസ്ഡ് ഓൺ ദി പോൾ. ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു, ഒരു സബ്സ്ക്രിപ്ഷൻ എന്തേലും പറഞ്ഞ് പബ്ലിഷിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പബ്ലിഷ് ചെയ്യുന്നു ഈ പറഞ്ഞ റിക്വസ്റ്റ്, അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ റിക്വസ്റ്റിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സാധനം വാങ്ങിക്കാൻ ഓർഡർ ചെയ്തു. ആ ഓർഡർ ചെയ്ത സമയത്ത് നിങ്ങൾക്കൊരു ടോക്കൺ കിട്ടി. ആ ടോക്കണുമായിട്ട് നിങ്ങൾ പറയുകയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും വന്നാൽ മതി, 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞാൽ വരാൻ പാടുള്ളൂ. അങ്ങനെ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആ ടോക്കണായിട്ട് വരുമ്പോൾ ആ ടോക്കൺ മാച്ചിങ് ആയിട്ടുള്ള ഫുഡ് റെഡി ആണെങ്കിൽ എടുത്ത് തരും, അല്ലെങ്കിൽ എല്ലാവരും വീണ്ടും വെയിറ്റ് ചെയ്യുന്നു പറയും. അങ്ങനെ എന്നിട്ട് 3 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും നോക്കും, ടോക്കണായിട്ട് മാച്ച് ചെയ്യുന്ന ഫുഡ് അവിടെ ഉണ്ടെങ്കിൽ തരും. അതാണ് അവസ്ഥ. എന്ന് പറഞ്ഞാൽ ആ ജോബ് ID ആയിട്ട് മാച്ച് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ ക്ലയൻറ്റ് പോൾ ഫോർ ദ റിസൾട്ട്, അങ്ങനെ എന്ത് ചെയ്യും, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ആ റിസൾട്ടിൻ്റെ മാച്ചിങ് ID നോക്കിയതിന് ശേഷം Nginx സെർവ് ചെയ്യും. എവിടുന്ന് നമ്മളുടെ ഈ പറഞ്ഞ കാഫ്ക അല്ലെങ്കിൽ എസിൻക്രണസ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ ക്യൂ സർവീസിനൊക്കെ എടുത്തു കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ വെബ് സോക്കറ്റ്സോ അല്ലെങ്കിൽ HTTP2 സ്ട്രീംസോ ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ HTTP2ൻ്റെ പ്രത്യേകതയാണ് ഈ പറഞ്ഞ ലോങ് ലീവ് കണക്ഷൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഞാൻ നോക്കിയിട്ടില്ല, എനിക്കറിയത്തില്ല അത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലോഗ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ മറ്റു ഡയറക്റ്റീവ്. അതിനകത്ത് HTTP ബ്ലോക്കിനകത്താണ് ഇതെല്ലാം വരുന്നത്. ലോഗ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലോക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ ഡയറക്റ്റീവ് എന്ന് വെച്ചാൽ ഡയറക്റ്റീവിൽ റോങ് ആയിട്ട് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എറർ വരും. കാരണം Nginx മനസ്സിലാവില്ല, കാരണം ഇത് HTTPൻ്റെ ബ്ലോക്കാണ്. ഇവിടെ കൊണ്ട് ഇമെയിലിൻ്റെ ഒന്നും അയക്കാൻ പറ്റില്ലല്ലോ. എന്ന് വെച്ചാൽ കസ്റ്റം ലോഗ് സ്ട്രക്ചർ. നിങ്ങൾക്ക് ഒരു ലോഗ് ഫയലിനകത്ത് നിങ്ങൾക്ക് കസ്റ്റം നമ്മളിപ്പം ലോഗ് ഫയൽ ഉണ്ടാക്കുക. ഇപ്പം ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, സെൻഡ് ഫയൽ ഓൺ ആണ്, TCP പുഷ് ഓൺ ആണ്, കാരണം എനിക്ക് ലോക്കൽ ഫയൽ സിസ്റ്റത്തിലാണ് റൺ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് മാക്സിമം ഫയൽ സൈസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം, കാരണം എത്രമാത്രം ഫയൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ, ഒരു ഇമേജ് ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ 10 MB വരെ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്, HTTP ബ്ലോക്കിനകത്താണ്. അപ്പം എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കംപ്രസ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കാം. കണ്ട് ഞാനിവിടെ 0 ടൈം ഔട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ ഏതൊരു കണക്ഷനും പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു, പക്ഷേ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക്. അപ്പോൾ ലോഗ് ഫോർമാറ്റാണ്. ലോഗ് ഫോർമാറ്റിലേക്ക് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞിട്ട് ലോഗ് ഫോർമാറ്റ് എന്ന് പേര് കൊടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, കസ്റ്റമായിട്ട് ഞാൻ ഉണ്ടാക്കി. കസ്റ്റമായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താണ് വേണ്ടത്, ഇപ്പം ഞാൻ എൻ്റെ ആക്സസ് എന്ന് വെച്ചാൽ 2 ആക്സസ് ലോഗ് ഉണ്ട്. ആക്സസ് ലോഗ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ഡേറ്റയാണ്. എന്ന് വെച്ചാൽ എവിടെയാണ് നിങ്ങളുടെ ആക്സസ് ലോഗ് എഴുതേണ്ടത്. മറ്റേ എറർ ലോഗ് ആണെന്ന് നിങ്ങൾക്ക് എറർ വന്നു കഴിഞ്ഞാൽ എവിടെ എഴുതണം, അതാണ്. അപ്പം 2 ആക്സസ് ലോഗ് ഉണ്ട്. അപ്പം ഞാൻ ഈ ആക്സസ് ലോഗ് ഒന്ന് നോക്കുവാണ്. ടെയിൽ -f ടെയിൽ എന്ന് പറഞ്ഞത് ലാസ്റ്റ് ഒരു 10 ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്തുണ്ടോ നിങ്ങളുടെ IP അഡ്രസ് ഉണ്ട്, സോഴ്സ് IP അഡ്രസ് ഉണ്ട്, 2 ഡാഷ് ഉണ്ട്, അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ടൈം വെച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങളുടെ റിക്വസ്റ്റ് മെത്തേഡ് ഉണ്ട്, അതേപോലെ Nginx എവിടെയാണ് എൻ പോയിൻറ്റ്, ഏത് പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ് ക്ലയൻറ്റ് കണക്ട് ചെയ്യുന്നത്, എന്താണ് റെസ്പോൺസ് കോഡ്, എത്ര ഡേറ്റ റിട്ടേൺ ചെയ്തു, ഇതെന്താ നോക്കണം. അതുപോലെ ഏതാണ് ക്ലയൻറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അത് ബൈ ഡിഫോൾട്ട് Nginx ഇങ്ങനെയാണ് ലോഗ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് കൂടാതെ ഞാൻ പറയാണ് എനിക്ക് കുറച്ചുകൂടെ ഡേറ്റ വേണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈ പറഞ്ഞ ലോഗ് ഫോർമാറ്റിലാണ്. അപ്പോൾ ലോഗ് ഫോർമാറ്റിലേക്ക് എന്ന് പറയുകയാണ്, നേരത്തെ പറയുകയാണ് എനിക്ക് റിമോട്ട് അഡ്രസ് വേണം. അതിൻ്റെ കൂട്ടത്തിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു മെസ്സേജ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഇത് ടെസ്റ്റ് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഏതാണ് റിമോട്ട് യൂസർ, ഏതാണ് ലോക്കൽ ടൈം, ഏതാണ് റിക്വസ്റ്റ് സ്റ്റാറ്റസ് ബോഡി, എത്ര ഡേറ്റ സെൻഡ് ചെയ്തു, ആരാണ് HTTP റെഫർ ചെയ്തത്, ഏത് കോഡാണ്, ഏതാണ് യൂസർ ഏജൻറ്റ്, റിക്വസ്റ്റ് ടൈം ഏതാണെന്നുള്ള കൃത്യം ഒരു ഡേറ്റയോടെ ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ പറയുന്നു അതിനെ ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോക്കൽ ലൊക്കേഷനിലേക്ക് അടിക്കൂ. അത് എവിടുന്ന് അതിലേക്ക് വരുന്ന ഡേറ്റ എവിടെ നിന്നാവണം, ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലോഗ് ഫോർമാറ്റ് എന്ന് വരണം. ഓക്കെ, അപ്പം ഞാൻ ഈ ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. കോപ്പി, ഞാൻ വീണ്ടും ടെയിൽ ചെയ്യുന്നു, പേസ്റ്റ്. നിങ്ങൾക്ക് കണ്ടറിയുമ്പോൾ ഇത് രണ്ടും ഒരേ റിക്വസ്റ്റാണ്. ഇപ്പം ഞാൻ ഇവിടെ നിന്നൊരു HTTP റിക്വസ്റ്റ് കൊടുത്താൽ, ഇപ്പം ഞാൻ ഇവിടെ നിന്നൊരു HTTP റിക്വസ്റ്റ് കൊടുത്തു, Nginx സ്റ്റാറ്റസിൻ്റെ റെസ്പോൺസ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടത് ഇപ്പോൾ നമ്മുടെ Nginx സ്റ്റാറ്റസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്താണ്. കാണിച്ചു ഇപ്പം ഞാൻ കൊടുത്ത റിക്വസ്റ്റ് ആണ് ഉണ്ടോ, 26 ഓഗസ്റ്റ് 3:50 എന്ന് വെച്ചാൽ ഇത് UTC ആണ്. എന്ന് വെച്ചാൽ ഇത് കണ്ടോ, നിങ്ങൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കണ്ടോ, മറ്റേതിനകത്ത് ടെസ്റ്റ് ഇല്ല. കാരണം ഞാനിപ്പോൾ ഉണ്ടാക്കിയത് കസ്റ്റം ലോഗ് ഫയലാണ്. അപ്പോൾ കസ്റ്റമൈസറൈസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള സാധനം വേണം. അപ്പോൾ അതിനകത്തുണ്ട് റിക്വസ്റ്റ് ടൈം =00. എന്നാൽ മറ്റേതിനകത്ത് അതില്ല, കാരണം ഞാൻ അതിനകത്ത് പറഞ്ഞു കൊടുത്തേക്കുന്ന വേരിയബിളിനകത്ത് റിക്വസ്റ്റ് ടൈം കൂടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ എവിടെയാണ് ഇതിൻ്റെ വേരിയബിൾ നോക്കുന്നത്, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ലോഗ് എന്തിനു വേണ്ടിയിട്ടാണ് ലോഗ് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനത്തെ നിങ്ങളൊരു മോണിറ്ററിംഗ് സെർവറിലേക്ക് ഇടണം. ആ മോണിറ്ററിംഗ് സെർവറിൽ പറഞ്ഞു കൊടുക്കണം എന്താണ് നിങ്ങൾക്ക് ഡേറ്റ സ്ക്രേപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഡാഷ്ബോർഡ് ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് റിക്വസ്റ്റ്, നമ്പർ ഓഫ് ടൈം ടേക്കൺ ടു സെർവർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഓപ്പറേഷൻസിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ ഈ ലോഗ് ഫയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലോഗ് ഫയലിലേക്ക് എന്ത് വരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യും, ആപ്ലിക്കേഷനകത്ത് കുറേ വേരിയബിൾസ് ഉണ്ട്. എൻജിനെക്സിന് കുറേ വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻജിനെക്സിൻ്റെ വെബ്സൈറ്റിൽ പോയി nginx.org പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതിനകത്ത് റിമോട്ട് അഡ്രസ്സ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് എന്താണ്, റിമോട്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് അഡ്രസ്സാണ്, റിമോട്ട് പോർട്ട് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് പോർട്ടാണ്, യൂസറാണ്. ഇന്ന് വേണ്ട ഇങ്ങനെ കുറേ വേരിയബിൾസ് ഉണ്ട്. അതിൽ നിന്നകത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ കോൺഫിഗർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഗ് ഫോർമാറ്റ് തന്നെയാണ് എൻ്റെ മറുപടി. അപ്പോൾ ലോഗ് ഫോർമാറ്റിലേക്ക് വരിക, നിങ്ങൾക്ക് വേണ്ട ഫോർമാറ്റിന് ഒരു പേര് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, മറ്റുള്ള വേരിയബിൾസിനെല്ലാം പറക്കിയിടുന്നു. ഒരു ഡയറക്റ്റീവ് ആയതുകൊണ്ട് എൻ്റെ ഒരു സെമികോളൻ വെച്ച് നിർത്തുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് പറയുന്നു, ഈ ഏതെങ്കിലും ഒരു ഫയൽ ലൊക്കേഷൻ എടുക്കുക, ആക്സസ് ലോഗ് എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഏതാണോ നിങ്ങളുടെ ലോഗ് ഫോർമാറ്റ്, ആ ഫോർമാറ്റ് പറഞ്ഞു കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ HTTP ബ്ലോക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് ഇതിൻ്റെ യൂസ് കേസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഗ്ലോബൽ HTTP ബിഹേവിയർ ആണ്. നിങ്ങൾ സെർവർ ബ്ലോക്കിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ചെക്ക് ചെയ്യുന്ന HTTP ആയിരിക്കും. പെർഫോമൻസ് ക്യാഷിംഗ് ഇവിടെ ആയിരിക്കും നടക്കുന്നത്, കാരണം ക്യാഷ് ചെയ്യണമെങ്കിൽ ക്യാഷ് ചെയ്യാം. അതുപോലെ ലോഗിങ് ആൻഡ് കംപ്രഷനൊക്കെ എവിടെയായിരിക്കും, GZIP ലോഗിങ് ഒക്കെ വരുന്നത് ഈ പറഞ്ഞ HTTP ബ്ലോക്കിലായിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് സെർവർ ബ്ലോക്ക്. ഇവിടെയാണ് നമ്മുടെ വെർച്വൽ ഹോസ്റ്റ് കോൺഫിഗറേഷൻ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ഏതൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഡൊമൈൻ ബേസ്ഡോ അല്ലെങ്കിൽ ഏതെങ്കിലും പോർട്ട് ബേസ്ഡോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബേസ്ഡോ ആയിട്ടുള്ള കാര്യങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ സെർവർ ബ്ലോക്കിലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ള കോൺഫിഗറേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിഫോൾട്ട് കോൺഫിഗറേഷൻ പറഞ്ഞു. ഈ ഡിഫോൾട്ട് കോൺഫിഗറേഷൻ വരുമ്പോൾ ഇതിനകത്ത് HTTP ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതിൻ്റെ കാര്യം, ഇതിനകത്ത് നിങ്ങൾ സെർവർ ബ്ലോക്ക് ഇടാൻ പാടുള്ളൂ. കാരണം മറ്റുള്ളതിനകത്ത് ഇടാൻ പാടില്ല, കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ മറ്റേനകത്ത് കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെയാണ് നമ്മൾ സെർവർ കോൺഫിഗറേഷൻ ചെയ്യുന്നത്. അവിടെ എന്താണ് ഫസ്റ്റ് ഡയറക്റ്റീവാണ് 8080 മീൻസ് ലിസൺ ഡയറക്റ്റീവ്. ഏത് IP അഡ്രസ്സിലാണ് ലിസൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, സെർവർ നെയിം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളുടെ റൂട്ട് ലൊക്കേഷൻ എവിടെയാണ് ഫയൽ കിടക്കുന്നത്, നിങ്ങളുടെ ഡീഫോൾട്ട് ഇൻഡെക്സ് പാത്ത് ഏതായിരുന്നു, എന്ന് വെച്ചാൽ ഡീഫോൾട്ട് പേജ് എന്താണ്, ആക്സസ് ഇവിടെ നിങ്ങൾക്ക് ആക്സസ് ലോഗ് എന്ന് വെച്ചാൽ പെർ വെബ്സൈറ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആക്സസ് ലോഗും എറർ ലോഗും ഉണ്ടാക്കാം. ഓൺ ടോപ്പ് ഓഫ് HTTPക്ക് പുറമെ നിങ്ങൾക്ക് ഓരോ വെബ്സൈറ്റ് ഉണ്ടാവും. ഇപ്പോൾ abc.com ഉണ്ടെങ്കിൽ abc.com-ആയിട്ട് ബന്ധപ്പെട്ട ആക്സസ് ലോഗ് മതി നിങ്ങൾക്ക്, കാരണം അത് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം സെഗ്രിഗേറ്റഡ് ആയിരിക്കും, എല്ലാം കൂടെ കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. പിന്നെ SSL കോൺഫിഗറേഷൻ അതിനകത്തായിരിക്കും. പിന്നെ പറഞ്ഞ റിട്ടേൺ കീവേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റീഡയറക്റ്റ് ചെയ്ത് മറ്റുള്ള ഏതെങ്കിലും ഒരു സെർവറിലേക്ക് ബാക്ക് എൻഡിലേക്ക് കൊടുക്കണമെങ്കിൽ, അതായത് ഒരു എന്ന് വെച്ചാൽ റീറൈറ്റിംഗ് അല്ലെങ്കിൽ റീറൈറ്റ് അല്ലല്ലോ റീഡയറക്ഷന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ യൂസ് കേസ് എന്താണെന്ന് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സൈറ്റ്സിനെ ഹോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രീസെറ്റ് ലോഗിങ്, റീഡയറക്ഷൻ, SSL സ്റ്റേജിങ്, പ്രൊഡക്ഷൻ എൻവയോൺമെൻ്റ് ഒക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് abc.com പ്രൊഡക്ഷനാണ്, test.edu ഡെവലപ്മെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. സെഗ്രിഗേഷൻ ഒക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ സെർവർ ബ്ലോക്കിലായിരിക്കും. അഞ്ചാമത്താണ് നമ്മുടെ ലൊക്കേഷൻ ബ്ലോക്ക്. ഡിഫൈൻ ഹൗ ടു ഹാൻഡിൽ സ്പെസിഫിക് URL path or patterns within a server block. എന്ന് വെച്ചാൽ നിങ്ങൾ സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളീ പറഞ്ഞ ഏതെങ്കിലും ഒരു കോൺഫിഗറേഷൻ പോർട്ട് ബേസ്ഡോ അല്ലെങ്കിൽ IP ബേസ്ഡോ അല്ലെങ്കിൽ ഡൊമൈൻ ബേസ്ഡോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഡൊമൈൻ ബേസ്ഡ് ആണെങ്കിൽ example.com നമ്മൾ പറയുന്നത് ഇവിടെ വന്ന് നോക്കിയാൽ നിങ്ങളുടെ HTML ഫയൽസ് കാണാം. index.html ആണ് ആദ്യത്തെ ഫയൽ. ഇനി പറയുന്നതാണ് ലൊക്കേഷൻ ബ്ലോക്ക്. നിങ്ങളുടെ ഏതൊരു പേജും നിങ്ങൾ ലാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലാൻഡിങ് പേജ് എന്ന് വിളിക്കുന്നതിനെ അതിനെ URI എന്നാണ് വിളിക്കുന്നത്. URI എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ഐഡൻറ്റിഫയർ എന്നാണ് അതിനെ വിളിക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ URI എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ URI എന്ന് വെച്ചാൽ പോർട്ട് നമ്പറും കഴിഞ്ഞ് വന്ന് ബാക്കി വരുന്ന ഭാഗം എത്രയാണ്, അതാണ് URI എന്ന് വെച്ചാൽ നിങ്ങളുടെ റിസോഴ്സ് എവിടെ കിടക്കുന്നു എന്ന് പറയുന്നത് കൊടുക്കുന്നതാണ്. ഇത് ഞാൻ എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് API പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഒരു എൻ പോയിൻറ്റിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളത്, ആ എൻ പോയിൻ്റ് എങ്ങനെ റീച്ച് ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമുക്ക് അതിനകത്ത് വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്ന് വെച്ചാൽ സ്ലാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബൈ ഡിഫോൾട്ട് എപ്പോഴും സ്ലാഷ് ആയിരിക്കും.
കണ്ടോ, ബൈ ഡിഫോൾട്ട് എപ്പോഴും സ്ലാഷ് ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും വന്ന് വീഴുന്ന ഫോൾ ബാക്ക് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഹോം പേജിലായിരിക്കും. എന്ന് വെച്ചാൽ സ്ലാഷ് എന്ന് പറഞ്ഞാൽ ഹോം പേജ് തന്നെയാണ്. അപ്പോൾ സെർവർ മാച്ച് എ URI ഓ പാറ്റേൺ. ചിലപ്പോൾ സ്ലാഷ് API എന്നാവാം, സ്ലാഷ് മീഡിയ എന്നാവാം, സ്ലാഷ് വീഡിയോസ് ആവാം, സ്ലാഷ് ഇമേജസ് ആവാം, എന്തും ആവാം. ട്രൈ ഫയൽസ് എന്ന് പറഞ്ഞാൽ ഫോൾ ബാക്ക് ആണ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ URI. അപ്പം ഞാൻ എന്ത് വേരിയബിളിലേക്ക് പോകുന്നു, അതിനുശേഷം ഞാൻ പറയുന്നു URI. സോ ദിസ് ഇസ് URI. അപ്പോൾ എന്ത് പറയുന്നു, URI എന്ന് പറഞ്ഞാൽ കറണ്ട് URI ഇൻ റിക്വസ്റ്റ്. ദ വാല്യൂ മേ ചേഞ്ച് ഡ്യൂറിങ് ദ റിക്വസ്റ്റ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സാധാരണ അയക്കുന്ന ഒരു സാധനമാണെങ്കിൽ URI എന്ന് പറഞ്ഞത് സ്ലാഷ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഡിഫോൾട്ട് URI. അതിനുശേഷം പറയുന്നത് URI സ്ലാഷ് എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കണം. അതും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, 404 നോട്ട് ഫൗണ്ട്. ഇതൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാത്ത് കോൺഫിഗർ ചെയ്തിട്ടില്ല, അങ്ങനെ എന്നുണ്ടെങ്കിൽ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള 404 എറർ കാണിച്ചു കൊടുക്കണം. ഏലിയാസ് എന്ന് പറഞ്ഞാൽ സെർവ് ഫയൽസ് ഫ്രം എ ഡിഫറെൻറ്റ് ഡയറക്ടറി. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡയറക്ടറി ഉണ്ട്, ഡയറക്ടറിക്കകത്ത് വേറൊരു ഡയറക്ടറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. സ്ലാഷ് ഇമേജസ് ഒക്കെ വരുമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇമേജസ്, ഡാറ്റ ഇമേജസ് എന്ന് പറഞ്ഞാൽ ഏലിയാസ് എന്നാണ് സെർവ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കാം. റൂട്ടിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഏലിയാസ്. എന്ന് വെച്ചാൽ സെർവ് ഫ്രം എ ഡിഫറെൻറ്റ് ഡയറക്ടറി. എന്ന് വെച്ചാൽ അതിന് റൂട്ട് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാകും, അതിൽ നോക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റൊരു ഫോൾഡറിൽ വന്ന് നോക്കുക. അതിനാണ് ഏലിയാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രോക്സി പാസ്. നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റൊരു ബാക്ക് എൻഡ് സെർവറിലേക്ക് നിങ്ങളുടെ കണക്ഷനെ പാസ് ചെയ്യണം. എന്ന് വെച്ചാൽ റിവേഴ്സ് പ്രോക്സി ആയിട്ട് ആക്ട് ചെയ്യണം. പിന്നെ റീറൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നൊരു URL ഉണ്ടാവും, പക്ഷേ ആ URL വേണ്ട, നിങ്ങൾക്ക് മാറ്റണം. എന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് വന്നതാവാം, ചിലപ്പോൾ അത് വരുന്ന സമയത്ത് ഓൾഡിനെ ന്യൂവിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു റീറൈറ്റ് പോളിസി ഉണ്ട്. ആ റീറൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻ പോയിന്റിൽ നിങ്ങൾ റീറൈറ്റ്, എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാം ഏത് എൻ പോയിൻ്റാണ് വേണ്ടെന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങളുടെ റൂട്ട് ഫയൽ ഫോൾഡർ ഓർ ലൊക്കേഷൻ ഇതുണ്ട്. റൂട്ട് എന്ന് പറയുന്നത് ഫൗണ്ട് ഇൻ ബോത്ത് സെർവർ ആൻഡ് ലൊക്കേഷൻ ബ്ലോക്ക്, രണ്ടിടത്തും ഉണ്ടെങ്കിൽ എന്താണ് കാര്യം, ദ വൺ ഇൻസൈഡ് ദ ലൊക്കേഷൻ ഓവർ റൈറ്റ്സ്. നിങ്ങളുടെ അവസാനം വരുന്ന ലൊക്കേഷൻ ബ്ലോക്കിൽ വരുന്ന എന്താണോ അവിടെ ലൊക്കേഷനകത്ത് റൂട്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും സെർവ് ചെയ്യുക. സെർവറിനകത്ത് വരുന്ന റൂട്ട് ഫയലിനെ റൂട്ടെന്ന് പറഞ്ഞാൽ ആ പാത്തിനെ എന്ത് ചെയ്യും, ഓവർ റൈഡ് ചെയ്യും. അപ്പോൾ എപ്പോഴും പ്രസിഡൻസ് ആദ്യമുള്ളത് എന്തിനാണ്, ലൊക്കേഷനകത്താണ് വരുന്നതിനകത്താണ് പ്രസിഡൻസ് കൂടുതൽ. അതിനുശേഷമാണ് പിന്നെ സെർവറിലേക്ക് വന്നത്. ചില ലൊക്കേഷനകത്തില്ലെങ്കിൽ ഫോൾ ബാക്ക് ടു സെർവർ. ഇതാണ് എൻ്റെ കണ്ടീഷൻ. എന്തിനാണ് ഇതെന്ന് വെച്ചാൽ, ലൊക്കേഷൻ ബ്ലോക്ക് എന്തിനാണ്, സെർവർ എന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റിക് കണ്ടന്റ് സെർവ് ചെയ്യാനും ബാക്ക് എൻഡിലേക്ക് എങ്ങനെ ഏത് റൂൾ ഉപയോഗിച്ചുകൊണ്ട് പോകണം എന്ന് പറയാനും ഏതെങ്കിലും ഒരു പാത്തിലേക്ക് വരുന്ന ആക്സസിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ലൊക്കേഷൻ. എന്ന് വെച്ചാൽ നിങ്ങളുടെ API എൻ പോയിൻ്റ് അല്ലെങ്കിൽ URI നോക്കിയതിന് ശേഷമായിരിക്കും എൻ പോയിൻറ്റിനകത്ത് നിങ്ങൾ ലോജിക്ക് ബിൽഡ് ചെയ്യുന്നത്. അതിനുശേഷം ലൊക്കേഷൻ പ്രൊസീഡൻസ് എന്ന് വെച്ചാൽ ലൊക്കേഷൻ ഒരുപാട് ചെക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ ലാസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പാത്തുണ്ട്, പോകുന്നതിനൊരു പാത്തുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ വെൻ മൾട്ടിപ്പിൾ ലൊക്കേഷൻ ബ്ലോക്സ് കുഡ് മാച്ച് എ റിക്വസ്റ്റ് എൻജിനെക്സ് യൂസസ് സ്പെസിഫിക് ഫോൾഡർ. ഉദാഹരണം നമുക്ക് ഇവിടെ ആണെങ്കിൽ കണ്ടോ, ഒരു ലൊക്കേഷൻ സ്ലാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻ പോയിന്റ് ഉണ്ട്, മുന്നേ എൻജിനെക്സ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 ലൊക്കേഷൻ ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം എടുക്കുന്ന ആരെയായിരിക്കണം, അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഫസ്റ്റിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എക്സാക്റ്റ് മാച്ച് ഉണ്ടോ നോക്കും. എക്സാക്റ്റ് മാച്ച് ഇൻ ദ സെൻസ് ഇവിടുത്തെ എക്സാക്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാണ് ലൊക്കേഷൻ ഈക്വൽ ടു സ്ലാഷ് എബൌട്ട്. ഇത് എക്സാക്റ്റ് മാത്താണ്. കാരണം എന്ന് വെച്ചാൽ ഈക്വൽ സൈൻ വെച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ എബൌട്ട് ആണെങ്കിൽ മാത്രമേ എന്നോട് ഈ പറഞ്ഞ എക്സാക്റ്റ് എബൌട്ട് റിട്ടേൺ 200 സ്റ്റാറ്റസ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പറയുകയാണെങ്കിൽ എബൌട്ട് എന്ന് പറഞ്ഞില്ല, എ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ ബാക്കിയുള്ളതൊന്നും അറിയത്തില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പറയുന്നത് ഇപ്പോൾ രണ്ടാമത്തെ മാച്ച് എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ് ആണ്. എന്ന് വെച്ചാൽ സ്റ്റാർട്ട്സ് വിത്ത് സംതിങ്, എന്ന് വെച്ചാൽ സ്റ്റാർട്ട് വിത്ത് സ്റ്റാറ്റിക് ആണെങ്കിൽ, സ്റ്റാർട്ട് വിത്ത് എ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊരു ഹയസ്റ്റ് പ്രയോറിറ്റി പ്രിഫിക്സ് മാച്ചാണ്. നിങ്ങളുടെ ആ ഒരു പ്രിഫിക്സ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, രണ്ടാമത്തെ ചെക്ക് അവിടെ നടത്തും. ഓക്കെ, മൂന്നാമത്തെ എന്ന് വെച്ചാൽ റിജക്ഷൻ തന്നെയാണ്, പക്ഷേ അത് കേസ് സെൻസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫയലിൻ്റെ കേസ് നോക്കും. എന്ന് വെച്ചാൽ ആൽഫബറ്റ്സ് ക്യാപിറ്റലാണോ നോക്കിയതിന് ശേഷമാണ് മാച്ച് പാറ്റേൺ ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണെങ്കിൽ PHP ഫയൽസിനെ മുഴുവൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ പാറ്റേൺ. പിന്നെ ഇൻസെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റാർ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയലിൻ്റെ ഈ പറഞ്ഞ കേസ് സെൻസിറ്റിവിറ്റി ഒന്നും നോക്കത്തില്ല. അതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഫോൾ ബാക്ക് ചെയ്യുന്നത് ഡിഫോൾട്ട് പ്രിഫിക്സിലേക്ക്. സ്ലാഷ് ആണ് എൻ്റെ ഡിഫോൾട്ട് പ്രിഫിക്സ്, ക്യാച്ചസ് ഓൾ. എന്ന് വെച്ചാൽ ഡിഫോൾട്ട് എപ്പോഴും നിങ്ങൾ ലാസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പാടുള്ളൂ. എനിക്കങ്ങനെ ഒരു എറർ വന്നതാണ്. കാരണം ബാക്കിയുള്ളതെല്ലാം മുകളിൽ ഡിഫൈൻ ചെയ്ത് വെച്ചു. എന്ന് വെച്ചാൽ ഡിഫോൾട്ട് പ്രിഫിക്സ് ഞാൻ എന്ത് ചെയ്യും, ആദ്യം കൊണ്ടുവന്ന്
വെച്ചു. അതിനുശേഷമാണ് എക്സാക്റ്റ് പ്രിഫിക്സ് വെച്ചത്. പക്ഷേ ആദ്യം തന്നെ സ്ലാഷിൽ വീഴുന്നതുകൊണ്ട് അത് ആദ്യം പ്രോസസ്സ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ആ ഓർഡർ മാച്ച് ചെയ്യണം. എന്ന് വെച്ചാൽ പ്രിസിഡൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ അവസാനം മാത്രമേ നിങ്ങളുടെ ഡിഫോൾട്ട് അല്ലെങ്കിൽ ഫോൾ ബാക്ക് പ്രിഫിക്സ് ഇടാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ ആദ്യം എക്സാക്റ്റ് മാച്ച് ആണ്, അതിനുശേഷമാണ് പ്രിഫിക്സ് സ്റ്റാർട്ട് വിത്ത് ക്യാരക്ടർ. അതേപോലെ നിങ്ങളുടെ റിജക്ട്സ് അത് കേസ് സെൻസിറ്റീവോ ഇൻസെൻസിറ്റീവോ ആയിക്കോട്ടെ, അതിനുശേഷമാണ് ലോങ്ങസ്റ്റ് പ്രിഫിക്സ് സ്ലാഷിലേക്ക് പോവുക. ആദ്യം തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ സ്ലാഷിനകത്ത് വരുന്ന എല്ലാം കോൾ ചെയ്യും. എന്ന് വെച്ചാൽ സ്ലാഷിനകത്താണല്ലോ എല്ലാം വരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ വന്നാലും അത് അതിനകത്തേ വീഴത്തുള്ളൂ. എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇപ്പം സ്ലാഷ് പേജ് ആയിരിക്കും ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും എറർ വരുന്നുണ്ടെങ്കിൽ ഇതാണ് കാരണമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്തുള്ള എക്സാമ്പിളാണ് ടെസ്റ്റ് ഡോട്ട് ലോക്കൽ എന്ന് പറഞ്ഞൊരു സെർവർ HTML-നകത്ത് വിളിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യും, സ്ലാഷ് അബൌട്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഈക്വൽട്ടാണ്. ഇപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടെങ്കിൽ അത് വിളിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പ്രിഫിക്സ് മാച്ച് ചെയ്യുന്നു, സ്ലാഷ് ഡോക്ക് എന്ന് പറഞ്ഞ്. അതിനുശേഷം എന്തെങ്കിലും റിജക്ട്സ് മാച്ച് ചെയ്യുന്നു, അതിനുശേഷം എന്തെങ്കിലും ഫോൾ ബാക്കിലേക്ക് വരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് അപ്സ്ട്രീം ബ്ലോക്ക്. അത് HTTPക്ക് അകത്താണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഡ് ബാലൻസിങ്ങിനോ പ്രോക്സി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ IP അഡ്രസ് ഉണ്ട്, മൾട്ടിപ്പിൾ സർവീസസ് ബിഹൈൻഡ് ബാക്ക് എൻഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ സെർവറിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്സ്ട്രീമായിട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ അപ്സ്ട്രീം എന്താണ് ഒരു പേര് കൊടുക്കുക, ബാക്ക് എൻഡിൽ നിന്ന് കൊടുക്കണമെന്നില്ല, എന്ത് പേരും കൊടുക്കാം. നിങ്ങൾക്ക് പറയാൻ കൊടുക്കുക വെബ് സെർവേഴ്സ്, അതിനകത്ത് പറഞ്ഞു കൊടുക്കാം ഏതൊക്കെ സെർവേഴ്സാണ് നിങ്ങളുടെ വെബ് സെർവേഴ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ റൗണ്ട് റോബിൻ ഫാഷനിൽ എന്ത് ചെയ്യും, ഓരോരുത്തർക്ക് സെർവർ റിക്വസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്തോളാം എന്ന് പറഞ്ഞു കൊടുക്കും Nginx. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ലൊക്കേഷൻ ബ്ലോക്ക് ഉണ്ടാക്കണം. ആ ലൊക്കേഷൻ ബ്ലോക്കിനകത്തൊരു പ്രിഫിക്സ് പറഞ്ഞു കൊടുക്കണം, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ട്രാഫിക് റീഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം പറയണം പ്രോക്സി പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനകത്തൊരു HTTP റിക്വസ്റ്റും കൊടുക്കണം. എന്ന് വെച്ചാൽ HTTP ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലോഡ് ബാലൻസ് ഡയറക്ടറിയും ബാക്ക് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് അതിൻ്റെ ലോഡ് ബാലൻസിങ് ഫീച്ചർ. ഓക്കെ, എന്താണ് യൂസ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ബാലൻസ് റിക്വസ്റ്റ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ആപ്സ് ആൻഡ് ഇൻസ്റ്റൻസസ് ക്രിയേറ്റ്സ് ബാക്ക് എൻഡ് സ്പൂൾസ് ഫോർ മൈക്രോ സർവീസസ്. എന്ന് വെച്ചാൽ മൈക്രോ സർവീസസ് ഒക്കെയാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ റൺ ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടെയ്നേഴ്സ് ആയിരിക്കും. കണ്ടെയ്നേഴ്സിനകത്ത് ഈ പറഞ്ഞ പോർട്സിനും ലിസൺ ചെയ്യുന്ന മൾട്ടിപ്പിൾ റെപ്ലിക്കാസ് ഉണ്ടാകും. റെപ്ലിക്കാസിനകത്തേക്ക് റിക്വസ്റ്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ബാക്ക് എൻഡ് പൂൾസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇൻക്ലൂഡ് ഡയറക്റ്റീവ് ഞാൻ പറഞ്ഞ പോലെ എല്ലായിടത്തും ഉണ്ട്. യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസ് ചെയ്യാൻ മാത്രമാണ്, എന്നിട്ട് മറ്റുള്ളതിനെ കൊണ്ടുവരിക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സെർവർ ബ്ലോക്സ് ഒക്കെ ഒരു HTTPക്കകത്ത് ഉണ്ടാക്കാം, നമുക്കത് ചെയ്യാം, അടുത്തതിൽ ഉണ്ടാക്കാം വെർച്വൽ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ അതിൻ്റെ പ്രധാന ഉദ്ദേശം ഇതാണ്, ഓർഗനൈസേഷൻ സെപ്പറേറ്റ് ഗ്ലോബൽ സൈറ്റ് ആൻഡ് ഫീച്ചർ സ്പെസിഫിക് സെറ്റിംഗ്സ്. സമ്മറൈസ് ചെയ്യാന്നെങ്കിൽ മെയിൻ കോൺഫിഗറേഷൻ എന്താണ്, നമ്മളുടെ സിസ്റ്റം ആൻഡ് പ്രോസസ് സെറ്റിംഗ്സ് ആണ്. രണ്ടാമത്തെ ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ കണക്ഷൻ ഹാൻഡ്ലിംഗ് ആണ്, HTTP ആണ്. സെർവർ എന്ന് പറഞ്ഞാൽ വെർച്വൽ ഹോസ്റ്റ് ആണ്. അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡയറക്റ്റീവ്സ് ആൻഡ് ബ്ലോക്സ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരുത്തുവാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ വെർച്വൽ ഹോസ്റ്റ് കോൺഫിഗറേഷനകത്ത് സെർവർ ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. അത് എപ്പോഴാണ് കോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ nginx.conf ഉണ്ടല്ലോ, nginx.conf-ലേക്ക് വന്നിട്ട് പറയുന്നു ഇൻക്ലൂഡ് സൈറ്റ്സ് എനേബിൾഡ് സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സെർവർ ബ്ലോക്ക് ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിനകത്ത് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സെർവർ ബ്ലോക്ക്, ഈ പറഞ്ഞ സെർവർ ബ്ലോക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് കൊണ്ടുവെക്കുന്നത് പോലെ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ പറഞ്ഞ ഇൻക്ലൂഡ് ഡയറക്റ്റീവ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണം. അപ്പോൾ എന്തെങ്കിലും കോഡ് ക്ലീൻ ആവും. ഇപ്പോൾ ഒരു 1000 വെബ്സൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 ഇതുകൊണ്ട് ഇങ്ങനെ ഇടുന്നതിനെക്കാട്ടും നല്ലത് 1000 ഫയൽ ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാം, ട്രബിൾ ഷൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഫയൽ ഹൈറാർക്കി ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ വേരിയബിൾസ് കവർ ചെയ്തു, എങ്ങനെയാണ് ഒരു കസ്റ്റം ലോഗ് ഫോർമാറ്റ് ഉണ്ടാക്കുന്നത് പറഞ്ഞു. അതേപോലെ ഇതൊക്കെ നമ്മൾ നേരത്തെ കവർ ചെയ്തതാണ്. ഇമെയിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇമെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ Nginx ഒരു ഇമെയിൽ പ്രോക്സി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പുറകിൽ ഒരു ഇമെയിൽ സെർവർ ഉണ്ടെങ്കിൽ ആ സെർവറിലേക്കാണ് നമ്മളുടെ റിക്വസ്റ്റ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷൻ എനേബിൾ ചെയ്യണം. അതിനകത്ത് പറഞ്ഞു കൊടുക്കണം ഏത് സെർവറിലാണ് മെയിൽ സെർവർ റൺ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മെയിൽ സെർവർ 110 എന്ന് വെച്ചിട്ടുള്ള പോർട്ടലായിരിക്കും റൺ ചെയ്യുക സാധാരണ. IMAP ആണെങ്കിൽ 143 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പ്രോക്സി ആയിട്ട് ആക്ട് ചെയ്യും. ഇത് ഒരു പ്രോക്സിയാണ് എന്ന് വെച്ചാൽ സെർവർ ബ്ലോക്കിനകത്ത് HTTP ആയിരിക്കത്തില്ല എന്നേ ഉള്ളൂ, ഇതൊരു ഇമെയിൽ കോൺഫിഗറേഷൻ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടെ ഇമെയിൽ സെർവർ റൺ ചെയ്യണം. അതിപ്പോൾ Qmail പോലുള്ള സർവീസൊക്കെ ആണെങ്കിൽ അങ്ങനെ റൺ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ റീഡയറക്ഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുന്ന mail.azrex.com എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇതിങ്ങനെയാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ സെർവർ ബ്ലോക്ക് കോൺഫിഗർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. അത് അങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്യും. ദാറ്റ്സ് ഓൾ. സോ
ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ എൻഡ്. ഇതും കുറച്ച് നീണ്ടുപോയി അല്ലേ. ഇനി അടുത്തതിനകത്ത് നോക്കാനുള്ളത് വെർച്വൽ ഹോസ്റ്റ് എങ്ങനെയാണ്. IP ബേസ്ഡ് ഞാൻ നോക്കുന്നില്ല, കാരണം IP ബേസ്ഡ് ഹോസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മെഷീൻ്റെ ഈഥർനെറ്റ് കാർഡ് അങ്ങനെയും അത്രയും ഉണ്ടല്ലോ. ഇപ്പോൾ 10 വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ 10 ഈഥർനെറ്റ് കാർഡ് വേണം. അതൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് IP ബേസ്ഡ് ഹോസ്റ്റിംഗ് ഒന്നും ആരും ചെയ്യാറില്ല. വേണമെങ്കിൽ പോർട്ട് ബേസ്ഡ് ഹോസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പ്രശ്നമില്ല. IP ബേസ്ഡ് പറ്റില്ല. നമ്മളെന്തായാലും ചെയ്യുന്നത് ഡൊമൈൻ ബേസ്ഡ് ഹോസ്റ്റിംഗ് ആയിരിക്കും. ഒരു വെബ്സൈറ്റിന് ഡൊമൈൻ ഉണ്ടാകും. ആ ഡൊമൈൻ നമ്മൾ DNS സെർവർ, ഇപ്പോൾ DNS വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ, കാരണം ലോക്കൽ ഹോസ്റ്റ് വഴി ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ IP അഡ്രസ്സ് ഇപ്പം പബ്ലിക്കലി അവൈലബിൾ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ടെസ്റ്റ് നടത്താൻ പറ്റുന്നില്ല. അപ്പം ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം എ DNS സെർവർ. അപ്പോൾ DNS സർവീസ് ഉണ്ടാവും. ആ സർവീസ് ഞാൻ കാണിക്കുന്നില്ല. DNS അങ്ങനെ കോൺഫിഗർ ചെയ്യുന്നത്, അത് പിന്നെ വേറെ കാണിച്ചു തരാം. അപ്പം വെർച്വൽ ഹോസ്റ്റ് ഉണ്ടാവും. വെർച്വൽ ഹോസ്റ്റ് കോൺഫിഗറേഷനകത്തൊരു 2-3 വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിട്ട് കാണിക്കാം എങ്ങനെയാണ് വെർച്വൽ ഹോസ്റ്റ് കോൺഫിഗറേഷൻ നടക്കുക എന്നുള്ളത്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് എപ്പിസോഡ്. അഭിപ്രായം അറിയിക്കാം. താങ്ക് യു സോ മച്ച്.